എനിക്കിപ്പം ഇവിടെ വരണോ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ 23rd ഇങ്ങോട്ട് കയറി വന്നു, 13th ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ആ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 14th പോയാൽ മതിയോ, ആയിക്കോട്ടെ 14th പോയാൽ മതി. അത് എൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിച്ചത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് വേണം ചെയ്യാം ബ്രോ. ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഇത് നമുക്ക് പൈസ നോക്കാതെ വാങ്ങാൻ പറ്റുന്നതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ഉണ്ടായാൽ മതി. അല്ലാണ്ട് നമുക്ക് ഒരുപാട് പൈസയൊന്നും ഞാൻ എവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ചില്ലൻ കാമായിട്ട് ലീവ് ചെയ്ത് പോവാ. മരിക്കുന്ന വരെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, അതെന്തായാലും എനിക്കറിയാം. പക്ഷേ അതുവരെ ഇങ്ങനെ പോകാൻ തന്നെ എനിക്ക് താല്പര്യമുള്ളൂ. എന്താ ഓർമ്മയിലുള്ള ക്രാക്കായ ഒരു ബിസിനസ് ഡീല് പറഞ്ഞുതരാം. ഓഗസ്റ്റ് മാസം 16 ആയിരുന്നു ഏകദേശം ലൈഫ് ഒന്ന് സ്പ്ലിറ്റ് ആയത്. ഐ മീൻ ലൈഫ് ഒന്ന് ബിഗ് ആയത് 2019. ഓക്കെ, അതൊരു നല്ല സമയമായിരുന്നു എനിക്കത്. കറക്റ്റ് ഞാൻ ഓർത്തിരിക്കാൻ കാരണം ഒന്ന് എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, ഒന്ന് എനിക്ക് ഡീല് ഞാൻ ക്ലോസ് ചെയ്ത ദിവസമാണ്. കാരണം ഞങ്ങളൊരു സാധാ കമ്പനിയിൽ നിന്ന് വലിയൊരു ഡീല് പിടിച്ചിട്ട് അതൊരു മാസീവ് കമ്പനി ആവുന്ന ദിവസം അത്. അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് ആ കമ്പനി ലൈക്ക് ഹ്യൂജാ. അത് നമ്മൾ ഡീല് ക്ലോസ് ചെയ്ത് ബ്രോ. ഈ ഡീല് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ, എനിക്ക് നല്ല വണ്ടികളൊന്നുമില്ല. നല്ല വണ്ടികളില്ലാത്തപ്പോൾ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, ഈ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്ക് തടിയൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഉള്ളിലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഒക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ, നമ്മളൊരു ഡീലിന് പോകുമ്പോൾ ഒരു 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 സോപ്പ് പെട്ടി കാർ കൊണ്ട് നമ്മൾ പോവാ. ഓക്കെ, ആ ഡീലിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും. ഞാൻ ഇങ്ങനെ വരുന്ന ഒരാളാണെന്ന് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി വന്ന് പോയി സംസാരിച്ച്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഞാനൊരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. പിടിക്കപ്പെടുന്നില്ല, നമ്മള് കാമായിട്ടൊക്കെ കാര്യം പറഞ്ഞാൽ മതി. കോൺഫിഡൻസ് അല്ല അതിനകത്ത്. പിടിക്കപ്പെടുന്നില്ല, നമ്മളെങ്ങനെ പിടിക്കപ്പെടും? നമ്മൾ പോയിട്ട് ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം, ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് കേട്ടില്ല ഇത് വിശ്വസിക്കുന്നത്, ഇത് ചിലപ്പോൾ സത്യമാവാൻ കള്ളവാണ്. ഞാൻ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതേ കോൺഫിഡൻസോട് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത്. കാമായിരുന്നു, നല്ല ഡീലായിരുന്നു. അതൊരു ചെറിയൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കിട്ടി, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആയത്. നമുക്ക് ഡേ ടു ഡേ ലിവിങ് ഒക്കെ മീറ്റ് ചെയ്യാം, പിന്നെ കോൺഫിഡൻസ് കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ലൈഫ് വാസ് ഗുഡ്. അത് ഇപ്പോഴും ആ കമ്പനീസ് ഉണ്ട് എനിക്ക്, അത് ഇപ്പോഴും റണ്ണിങ്ങിലാണ്. കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തപ്പിയാ കിട്ടുന്നില്ല, അങ്ങനെ മൊത്തത്തിൽ എൻ്റെ തപ്പിയാ കിട്ടത്തില്ല. നമ്മുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അധികം ഇല്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ലൈഫ് ഈസ് സ്റ്റിൽ. ഏറ്റവും ലോ പോയിന്റ് ഏതായിരുന്നു? പട്ടിണി. ഉണ്ടോ? പിന്നെ പട്ടിണി കിടക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തുക? നമ്മൾ അന്ന് ആദ്യത്തെ കാലമൊക്കെ പോയ സമയത്ത്, ഞാൻ പറഞ്ഞത് ശരിക്കും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണോ പറയണത്, അതോ കഴിക്കാനുണ്ട് അതാണോ? ഞാൻ ഈ പറയാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും അവിടെ വന്നിട്ടുള്ള റിച്ച് ബാക്ക്ഗ്രൗണ്ടിലല്ലാത്ത ഒരുവിധപ്പെട്ട എല്ലാ പിള്ളേരും പോയിക്കൊണ്ടിരുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവരും പട്ടിണി കിടന്നുണ്ടാവും. കാരണം നമുക്ക് ഉണ്ട്, എന്തായാലും ആൾക്കാർ പട്ടിണി കിടന്നിട്ടുണ്ടാവും. കാരണം അത് അവിടെ അത്ര ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യൂല്ലോ എന്നുള്ളത്. മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ വന്ന് മെന്റലി ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം എൻ്റെ ലോവസ്റ്റ് പോയിന്റ് പട്ടിണിയാണ് ഡെഫിനറ്റ്ലി. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ ഒരുമിച്ചാണ് പട്ടിണി കിടന്നിട്ടിരുന്നത്. അവനിവിടെ ഇപ്പോഴുണ്ട്, ഇപ്പം ഇവിടെ നാട്ടിൽ സെറ്റില്ല. ഞങ്ങൾ അത്യാവശ്യം അനുഭവിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ എത്തിയത്. ഇനി എങ്ങനെയാ ഒരു പട്ടിണിയുള്ള ദിവസം ഉണ്ടായിരുന്നത് ബ്രോ? നമ്മള് പഠിക്കാൻ പോവല്ലേ, പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമല്ലോ. പാർട്ട് ടൈം വന്നാൽ നമുക്ക് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഇനിയിപ്പോ എന്ത് ബിസിനസ് ആയാലും എന്ത് ജോലി ആയാലും നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ ഈ ജോലി കണ്ടുപിടിക്കേണ്ട ഒരു ടൈം ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് കുറച്ചു കാലം നമുക്ക് ആദ്യം വലിയ ബുദ്ധിബോധമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന പൈസ എല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഓക്കെ ഇത് UK ആണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോൾ കുറച്ച് പൈസ കയ്യിലുണ്ടാകത്തില്ല. പിന്നെ പതുക്കെ നമ്മൾ ഫുഡിന്റെ നിലവാരം കുറഞ്ഞു വരും. നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ പട്ടിണിയൊക്കെ ഇഷ്ടംപോലെ കിടന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. വിശപ്പ്, വെള്ളം കുടിച്ച് കിടക്കും. ഇപ്പോഴും ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ, ഇതേ അതൊക്കെ തന്നെ വെള്ളം കുടിച്ച് കിടക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ശമ്പളം കിട്ടുമ്പോൾ ഒരു പിസയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്ത്, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ആ വീട്ടിലെ എല്ലാവർക്കും അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, 300 കോണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് മാസം. അത് ബിഗ് ഫിഗർ ആയിരുന്നു. അത്രയും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ ഒരു പൈസയും കൊണ്ട് ഞാൻ അവരോട് ചോദിക്കും, റിച്ച് ആണല്ലോ എന്നുള്ള സ്കീം. അത് ആ ഒരു ടൈം അങ്ങനെയായിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാർ ഇനിയും കുറച്ചും കൂടെ ബുദ്ധിമുട്ടും. കാരണം ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയി ജോലിയും കാര്യങ്ങളൊക്കെ. UK ജോലി കണ്ടുപിടിക്കാൻ ഇച്ചിരി ടഫ് ഉണ്ട്. കണ്ടുപിടിക്കും.
അത് വേറെ കാര്യം. പക്ഷെ ജോലി ഒരുപാട് പേരുള്ളത് കൊണ്ട് അവിടെ എത്ര 6.5 മില്യൺ പീപ്പിളും കണ്ട മൊത്തത്തിൽ UK-യിലുള്ള ഒരു പോപ്പുലേഷൻ. അപ്പൊ നമ്മുടെ മലയാളീസ്, പഞ്ചാബീസ്, നോർത്ത്, സൗത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ടല്ലോ. ഞാനും അതിലൊരാളാ, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെല്ലാം കൊണ്ട് ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്റെ സ്റ്റാഫ് മൊത്തം മലയാളീസാ. രസം എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് എന്നെ അറിയത്തില്ല, ഞാനാണ് കമ്പനിയുടെ ഓണർന്ന് ആർക്കും അറിയത്തില്ല. ഞങ്ങളത് കാണിക്കാനും പോകാറില്ല. ഞാൻ എന്റെ മൂലയിൽ കൂടെ പോവല്ലോ, അപ്പൊ അതങ്ങനെ ഒരു ഇതിൽ കൂടെ പോവാ. തെലുങ്ക് പടത്തിലേക്ക് അങ്ങനെ വലിയ മാസീവ് കമ്പനി ഒന്നും അല്ല. സാധാ ഏതൊരു ഒരു കമ്പനിയില് വർക്ക് ചെയ്യുന്ന മലയാളത്തിൽ തന്നെ അറിയത്തില്ലെന്ന് മാത്രമേ പറയുള്ളൂ. കമ്പനീസ് ഒക്കെ നോർമൽ കമ്പനീസ്, നമ്മളധികം അത് മാസീവ് ഏർണിങ്സ് ഉള്ള കമ്പനി ഒന്നും അല്ല. എനിക്ക് വേണ്ട സംഭവം അതിനുള്ളിലുണ്ട്. എന്റെ ലിവിങ്ങിന് പറ്റിയ ഒരു സെറ്റപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് മതി. നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ആവശ്യമില്ലല്ലോ. ഈ നമ്മള് ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ്, നമ്മുടെ ലിവിങ് സ്റ്റൈല്, നമ്മുടെ ആളുകളെ കാണുന്ന വിധം, ഇതൊക്കെ UK മാറ്റിയോ? പിന്നെ ഔട്ട്ഫിറ്റ് ഒക്കെ നമ്മളൊരു പരിധി കഴിയുമ്പോൾ എങ്ങനെ ഇടണം, ഏതിന്റെ ഇടണം. ടൈ കെട്ടാൻ അറിയാമായിരുന്നോ? പിന്നെ ഞാൻ നല്ലൊരു സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ ടൈ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ടൈ അല്ലേ എനിക്ക് ടൈ കെട്ടാൻ അറിയത്തില്ലായിരുന്നു. ടൈ അതൊക്കെ അറിയാം. നമ്മൾ ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്യൂട്ട് എനിക്ക് ഇടാൻ അറിയാം, എങ്ങനെ ഇടണം അറിയാം. ഒരു സ്യൂട്ടിന്റെ പ്രത്യേകത ആണ്, ഒരു മനുഷ്യനെ മണ്ടൻ ലുക്ക് ആക്കാനും ഒരു മണ്ടനെ പെർഫെക്റ്റ് ലുക്ക് ആക്കാനും പറ്റുന്ന ഒറ്റ ഡ്രസ്സ് സ്യൂട്ടാ. അത് എങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇടണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പം അവിടുത്തെ പോയി ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് മാറ്റി. നമ്മള് ഏത് ഒക്കേഷനിൽ എങ്ങനെ ഇടണം, എവിടെ പോകണം. പിന്നെ നമ്മൾ കുറെയൊക്കെ ചെയ്യില്ല. ഞാൻ ഏത് ഒക്കേഷനായാലും ഒന്നെങ്കിൽ സ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ്. ഇതിനപ്പുറത്തോട്ട് ഞാൻ അങ്ങനെ ആക്കാറില്ല. സ്യൂട്ടൊക്കെ ഭയങ്കര റെയർ ആയിട്ട് ഇടാറുള്ളൂ. കാരണം പണ്ട് ഇടുമായിരുന്നു. ഈ ബ്രോ തുടക്കം പറഞ്ഞ മീറ്റിംഗ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ സ്യൂട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് ഏത് സ്യൂട്ട്, ബ്ലാക്ക് വേണോ ബ്ലൂ വേണോ, ഏത് ഇട്ടാലായിരിക്കും എൻ്റെ ദിവസം നന്നാവുന്നത്, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് എനിക്ക് ആ സ്യൂട്ടിലുണ്ടായിരുന്നു. ഞാനിപ്പോഴും ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഡീല് ക്ലോസ് ചെയ്യും എന്നൊരു കൺഫർമേഷൻ എനിക്ക് എന്നോടുണ്ട്. ഞാൻ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നോർമലാണ്, ചിൽ ഡേ, പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യാനില്ല. പോകുന്ന സംസാരിക്കുക. ഈ ടാറ്റൂയിങ്ങിനുള്ള സ്റ്റെപ്പ് അതോട്ട് തുടങ്ങി. ഷാനിക്ക എന്നൊരു ടാറ്റൂസ്റ്റ് ഉണ്ടല്ലോ കേരളത്തില്, വിഷയം മനുഷ്യനാ. പുള്ളിയുടെ ഒരു വർക്ക് കണ്ട് നമുക്കും വേണമല്ലോ ഒരു ടാറ്റൂ എന്നൊരു ആഗ്രഹം കൊണ്ട് കോൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോയി പറഞ്ഞ് സിമ്പിൾ ആയിട്ട് ഇത് പുതിയ ടാറ്റുവാ. പുള്ളി 3 ദിവസം മുന്നേ ചെയ്തു തന്നാ. 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ്. അപ്പം ആർട്ടിസ്റ്റ് ആണല്ലോ, ഞാനും വരയ്ക്കുമായിരുന്നു. എനിക്ക് ആർട്ടിസ്റ്റിനോട് ഭയങ്കര ബഹുമാനമാണ്. പുള്ളിയുടെ കഴിവാ ഇതൊക്കെ. ഇനിയും വരയ്ക്കും. ഞങ്ങളിത് ഫില്ല് ചെയ്യണമെന്നൊക്കെ പ്ലാനിലിരിക്കുക. പുള്ളി ഇപ്പൊ 2 ദിവസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങള് ടാറ്റു പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളതാണ്. പണ്ടൊക്കെ ഇതാകണ്ട വരച്ച് കൊളാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇതും ടാറ്റുവാ. ഇതൊക്കെ ഞങ്ങൾ ഓരോ സാഹചര്യം വരുമ്പോൾ അടിച്ചേക്കുന്ന. ഇതെന്റെ കമ്പനി താഴെ പോയി പഠിച്ചതാ. ഇതിന്റെ കമ്പനി താഴെ പോയപ്പോ എന്റെ പാർട്ട്ണറോട് ഞങ്ങൾ സംസാരിച്ച് ഇരുന്ന സമയത്ത് ഞാൻ പോയി അടിച്ച് ടാറ്റു, ഞാൻ പുള്ളിക്കാരനൊരു ഇത് കൊടുത്തതാ, ബ്രോ ട്രസ്റ്റ് ദ പ്രോസസ്, ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അത് ഇതൊക്കെ ഞാൻ അങ്ങനെ ടാറ്റു ഒക്കെ ഒരു മീനിങ്ങിൽ അടിക്കുന്ന, വെറുതെ നമ്മൾ അവിടെ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ട് അടിക്കുന്നില്ല. ഇതെന്റെ എന്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമായി ടാറ്റു. ഇപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല. കാണുന്നവർക്ക് ഒരു സാമുറായി ഉണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു പാത്ത് ഉണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ എങ്ങനെയാ എത്തിപ്പെട്ട് എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെന്നൊരു മീനിങ് ഈ ടാറ്റുവിനുണ്ട്. ലൈഫ് സ്റ്റോറി ലൈഫ് സ്റ്റോറി കറക്റ്റ് അതേപോലെ ഉണ്ട്. ഇതാണ് പവർ, ചിക്കാര എന്ന് പറയുമ്പോൾ അത് പവർ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ വന്ന വഴിയാണിത്. പവർ എന്ന് പറഞ്ഞാൽ മണിയാണല്ലോ. സമയം മാനേജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മള് എന്തിനു വേണ്ടിയിട്ട് നമ്മളവിടെ സമയം ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതൊരു സ്കിൽ സെറ്റാ. അതെങ്ങനെ ഡെവലപ്പായി? ഡെവലപ്പ് ആയിട്ടില്ല ബ്രോ. നമ്മളോട് ഒരാൾ സമയത്തിന് വരണം എന്ന് പറഞ്ഞ സമയത്തിന് ഞാൻ വരാം. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഇപ്പൊ ബ്രോയ്ക്ക് എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്, ബ്രോ ഇപ്പൊ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം. ഇപ്പൊ എത്ര ലേറ്റ് ആയാലും ഞാൻ വരാം. ഇന്ന് ഞാൻ ഇവിടെ വിളിച്ചൊരു ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു, 10 മിനിറ്റ് ഞാൻ ലേറ്റ് ആയി പോയത് ഞാൻ 6 മണിക്ക് ഉറങ്ങിയതുകൊണ്ടാണ്. ഉറക്കം ഇതുവരെ ശരിയായിട്ടില്ല. അപ്പം ബ്രോ എന്നോട് ഈ സമയത്ത് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ് വരാനുള്ളത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരുമൊന്നുമില്ല, എണീറ്റ് പുറത്ത് പോകുന്നില്ല, കാമായിട്ട് കിടന്നുറങ്ങും. ഞാൻ എന്തായാലും 10 വരുന്നോടെ കിടന്നുറങ്ങും. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ എനിക്കുള്ളൂ. അതെനിക്ക് മടുക്കുന്ന വരെ ഞാൻ അവിടെ കിടക്കും. എനിക്ക് പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി, എനിക്ക് ബെഡിൽ ചായ ഇട്ടണം. ചായ കൊടുത്തരാണ്ട് ഞാൻ അവിടുന്ന് ഇരിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാനേജ് ചെയ്യും. എൻ്റെ വീട്ടിൽ 3 പേരുണ്ട്. ഞങ്ങള് ഒന്ന് വീട് മാനേജ് ചെയ്യാൻ ഒരാളും ഫുഡ് മാനേജ് ചെയ്യാൻ ഒരാളും കൂടെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിലൊരാൾ എനിക്ക് കൂടുതലായിരിക്കത്തില്ല. അവരും എന്നെ ചേട്ടൻ തന്നെ വിളിക്കുന്നത്. ഞങ്ങളൊരു എംപ്ലോയർ ബന്ധമൊന്നുമല്ല, ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവർ മാനേജ്, അവരെപ്പോ അവിടെ എൻ്റെ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യുന്നത് വീട്ടില്. ഈ ലിയോ, റോളക്സ് എന്നൊക്കെ പറയുന്നത് ഫിലിം ക്യാരക്ടേഴ്സ് ആണല്ലോ ലോകേഷ് കനകരാജ്? അല്ലല്ല, അത് ഞങ്ങള് റോളക്സിന്റെ പേരിട്ടത് ഫിലിം നോക്കിയിട്ടല്ല. അത് ഞങ്ങൾ ഇറങ്ങി സിനിമയുണ്ട്. ഞങ്ങൾ അവിടെ തപ്പി ഒരു നല്ലൊരു പവർഫുൾ പേര് വേണം. അവനൊരു നല്ല ബ്രീഡാ, അവൻ ഇച്ചിരി ജയന്റ് ബ്രീഡാ.
അപ്പോൾ അവന് പറ്റിയൊരു പേര് വേണം എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അങ്ങനെ എനിക്ക് വാച്ചസ് ഉണ്ട്. വാച്ചിലും റോളക്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് എന്നാ വാച്ച് എനിക്കൊരു ഫോട്ടോഷൂട്ടിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരാൾക്ക് റോളക്സ് ഇട്ട് കൊടുത്ത്, ഒരാൾക്ക് റാഡോ ഇട്ട് കൊടുത്ത്, പേരിനനുസരിച്ച് വാച്ചിട്ട് ഞങ്ങളൊരു ഏതൊരു പോസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. റോളക്സ് കിട്ടി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേരിട്ടതാ. പക്ഷെ രണ്ടാമത്തെ ആള് നമ്മള് ലോകേഷ് മൂവി കണ്ടിട്ടാണ് ഇട്ടതാ, ലിയോ എന്നിട്ടത്. മൂന്നാമത്തെ ദില്ലി നിടണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നെ അവന്റെ ഒരു ലുക്സ് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരു കരിമ്പുലി സെറ്റപ്പാ മൂന്നാമത്തെ ആള്. അപ്പൊ ഞങ്ങള് ബഗീര എന്നാ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോ ബഗീര എന്ന് പറഞ്ഞ ജംഗിൾ ബുക്ക് ആയി പോകത്തില്ലേ, അവന് ഭീകര ഇടണം, നമ്മുടെ പട്ടിക്കുഞ്ഞല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാലോ. ആ ഒരു സ്കീം. അങ്ങനെയാണ് ആ പേരുകൾ വന്നത്. ഡോഗ്സിനോട് ഉള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ? ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ടാവും, അപ്പുറത്തെ വീട്ടിലും ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും ഈ പട്ടികളെ പോയി കണ്ടൊന്ന് തൊടാതെയൊക്കെ ഒരു ഹായ് ഒക്കെ പറയാണ്ടൊന്നും ഞാൻ അങ്ങോട്ട് പോകാറില്ല. എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യമാണ്, ലോയൽറ്റി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഉപരി വേറൊരു ആർക്കും ഇല്ല, ലോകത്തിൽ ആർക്കും എന്തായാലും ഇല്ല. കാരണം എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു, അപ്പം നമ്മുടെ മുന്നിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ നിന്നൊന്നും വരില്ല. ഒരു സീൻ പേടിച്ച് ഇപ്പം ഒരു ആരെങ്കിലും അറ്റാക്ക് ചെയ്തു, നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് കയറി മുന്നിൽ നിന്നിട്ട് എന്നെ തൊട്ടിട്ട് അവിടെ പോയി തൊട്ടാൽ മതി എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് അങ്ങനൊന്നും ആരും നിൽക്കാൻ പോകില്ല. സിനിമയല്ലല്ലോ ഇത്. പക്ഷെ ഡോഗ്സ് നിൽക്കും. അവർ ഫ്രണ്ടിൽ ചെയ്തിട്ട് എന്നെ തൊട്ടിട്ട് അപ്പനെ തൊട്ടാൽ മതി എന്നുള്ള സ്കീമിൽ അവർ നിന്നോളും. അപ്പം അത് ഈ ലോകത്ത് ഉണ്ടാകുന്ന ഒറ്റ ആനിമൽ ഡോഗാ. പിന്നെ അതിനേക്കാളും മേലെ ലോയൽറ്റി ഉള്ള ഒരു ബ്രീഡ് വേറെ ഇല്ലല്ലോ. ലോയൽറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉള്ള പോലെ തോന്നുന്നു. അപ്പൊ ലോയൽ അല്ലാത്ത ആളുകൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ കേട്ടോ, ഡെഫിനറ്റ്ലി ഉണ്ട്. ലോയലാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ബിസിനസ് അല്ല ഞാൻ പറയുന്നത്, പേഴ്സണൽ ലൈഫിൽ തന്നെ നമ്മൾ ലോയൽ അല്ലാത്ത ഒരുപാട് പേര് കടന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ബ്രോഡ് തുറക്കാൻ പറഞ്ഞു, ഇപ്പൊ കൂടെ ഉള്ളത് വളരെ കുറച്ച് പേരാന്ന് പറഞ്ഞു. ആ ക്ലോസ് സർക്കിൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. നമ്മൾ വളരുമ്പോൾ കുറെ പേര് കൂട്ടത്തിൽ ഉണ്ടാവും. നമ്മൾ വളർന്നു കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം തലയിൽ കയറുമ്പോൾ നമ്മളിൽ നിന്നും അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞ് ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മണി ഓൾവേസ് ക്രിയേറ്റ്സ് പ്രോബ്ലംസ്. അപ്പം അതുകൊണ്ടാണ് ക്ലോസ്ഡ് എൻക്ലോഷർ. അല്ലെങ്കിൽ ലോയൽറ്റി അല്ലാത്ത ഒരുപാട് പേരുണ്ട്. പേരുകളെ ആളുകളെ ഒന്നും വെളിപ്പെടുത്താതെ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ട ഒരു സംഭവം പറയാമോ? എന്ത് ലോയൽറ്റി ബ്രേക്ക് ചെയ്ത വിഷമിപ്പിച്ചു? കൂട്ടത്തിൽ നടന്ന ആൾക്ക് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ 5 പേരിൽ ഒരാൾ നടക്കുന്ന പറഞ്ഞ പോലെ കൂട്ടത്തിൽ നടന്ന ആൾക്കാർ പോയിട്ടുണ്ട്, ഈസി ആയിട്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ തകരൊന്നും പോകണില്ല, നമ്മൾ നാളെ ജീവിക്കും. ഡേ 1 എനിക്ക് പിറ്റേ ദിവസം ആര് പോയാലും വന്നാലും നമുക്ക് ഡേ 1 ഡസന്റ് മാറ്റർ. അതാ ഞാൻ പറഞ്ഞു, ലോയൽറ്റി ഈസ് എ ബിഗ് തിങ്. അങ്ങനെ എല്ലാവർക്കും ലോയലൊന്നും ആയാലും പറ്റത്തില്ല. സ്വയം ഒന്നിങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡൗൺ ആവുകയില്ല, ഡൗൺ ആവത്തില്ല. സ്വയം ഡൗൺ ആവുന്ന ഒരു സ്കീം എന്തായാലും ഇല്ല. കാരണം ഞാൻ കരഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഇല്ല, കരയാറുമില്ല, ഇല്ല, എന്തായാലും ഇല്ല. എന്തിനാ നമ്മൾ ഡൗൺ ആവുന്നേ? ബ്രോ, നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ്. നമുക്കിപ്പോൾ പറഞ്ഞ് കൂട്ടത്തിൽ നടന്ന പാർട്ട്ണറൊന്നും ഇല്ലല്ലോ, എടാ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറയാൻ നമുക്ക് ആരുമില്ല. അപ്പൊ നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ. അപ്പൊ നമ്മൾ ഡൗൺ ആയിട്ട് ഞാൻ അവിടെ പോയി ഡൗൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരിതൊക്കെ റൺ ചെയ്യും, ആരിതൊക്കെ മാനേജ് ചെയ്യണം, എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും? ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചില്ലായിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. അത് ഈസിയാണ്. അതിനല്ലേ നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധി വന്നേക്കുന്നത്, ചിന്തിക്കാനുള്ളത്. അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി സംസാരിച്ചത്. നല്ല എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ചിന്തിക്കായിരുന്നു.